മക്കള് മിസ്രൈമിൽ നിന്നും ചെങ്കട കടന്ന് ഇക്കരെ കയറി അവര് വളരെ ആകാംക്ഷയോടും വളരെ ആവേശത്തോടും കൂടിയാണ് വന്നത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ ചെങ്കടൽ കടന്ന് കയറിയതായിരിക്കുന്ന ജനത്തിന്റെ സന്തോഷവും ജനമെല്ലാം ചേർന്ന് ദൈവത്തിന് പാടി സ്തുതിക്കുന്നതും മറിയം തപ്പെടുത്ത് സ്ത്രീകളെല്ലാം മറിയമിന്റെ പുറകെ ചെന്ന് സ്തുതിക്കുന്നതും എല്ലാം നമുക്ക് കാണാം. ഒരു ഹൈ പിച്ചിലാണ് ജനം, ഒരു വലിയ ആവേശത്തിലാണ്. കാരണം എന്താണ്? മിസ്രൈമിനെ പരാജയപ്പെടുത്തി ചെങ്കടൽ കടന്ന് അക്കരെ കയറി, പുറകെ വന്ന സൈന്യം മുഴുവൻ ചത്ത് അടിഞ്ഞു. ഇനിയിപ്പോ ആരെയും ഭയപ്പെടാനില്ല, മിസ്രൈം ഇനിയും പുറകെ വരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വിജയത്തിന്റെ ഒരു വലിയ ടെമ്പോയിലാണ് ജനമിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നടക്കുന്നതായിരിക്കുന്ന സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ് നാം ഈ 15-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചത്? ഇല്ല, എന്താ സംഭവിച്ചത്? മാറായിലെ കയ്പുള്ള വെള്ളത്തിന്റെ അനുഭവം, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് 22 മുതൽ അധ്യായത്തിന്റെ ബാക്കിയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണിത്. നാം ഒരുപാട് പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ഈ വാക്യങ്ങളെ ആധാരമാക്കി കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംശയമില്ല. ഞാൻ ഈ വേദഭാഗം കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ച് ധ്യാനിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഈ വേദഭാഗം ഒരു നല്ല വേദഭാഗമാണ്, ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്ന ഒരു വേദഭാഗം. ഇംഗ്ലീഷില് അല്ലെങ്കിൽ ലാറ്റിനിൽ ഒരു പ്രയോഗമുണ്ട്, ടെറാഫേർമ എന്ന് പറയും. ടെറാഫേർമ എന്ന് പറഞ്ഞാൽ എന്താ? ഫേം ഗ്രൗണ്ട്, ഫേം ഗ്രൗണ്ട്, ടെറാഫേർമ. ഇസ്രയേൽ ജനം ഇതുവരെ ഒരു ടെറാഫേർമയിലേക്ക് വന്നിട്ടില്ല. ഇസ്രയേൽ അവർക്ക് ഒരു ടെറാഫേർമ ആയിരുന്നു, സോളിഡ് ഗ്രൗണ്ട് ആയിരുന്നു. ഇക്കരെ കയറിയപ്പോഴെന്താണ്? വെള്ളത്തിൽ കൂടെ അല്ലേ വന്നത്, സമുദ്രത്തിൽ കൂടെ അല്ലേ വന്നത്. സമുദ്രത്തിൽ കൂടെ വന്നു, അവര് മരുഭൂമിയിലേക്ക് കയറി. മരുഭൂമി എന്ന് പറയുന്നത് അവർക്കൊരു ടെറാഫേർമ അല്ല, ഒരു സോളിഡ് ഗ്രൗണ്ട് അല്ല. നമുക്കറിയാം, മരുഭൂമിയിൽ പോയിട്ടുള്ളവർക്കറിയാം, സൗദിയിലും ഗൾഫിലും ഒക്കെ ജോലി ചെയ്തവർക്ക് അറിയാം, ആ മരുഭൂമിയിലെ മണലാരണ്യത്തിൽ കൂടെ നടക്കാൻ ഒരു സുഖവുമില്ല, കാലങ്ങനെ മുന്നോട്ട് നീങ്ങുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാറ്റടിച്ചാൽ നമ്മൾ അന്ധരായി പോകും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൗണ്ടിലേക്ക് ഇപ്പൊ ഇവർ കയറിയിരിക്കും. ധാരാളം മരങ്ങളും ചെടികളും ഒരുപാട് നെടിലുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമല്ല, വളരെ ഒരു വരണ്ട സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ്. പക്ഷെ അവരുടെ വിശ്വാസത്തിന്റെ ഒരു ടെറാഫേർമ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാം വിശ്വാസത്തിന്റെ ഒരു സോളിഡ് ഗ്രൗണ്ട്, ഉറച്ച ഗ്രൗണ്ട്. അത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലാണ്. ചിലർ രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ ടെറാഫേർമയിലേക്ക് പ്രവേശിച്ചു. ചിലർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പൻ ജീവിതത്തിൽ ഇങ്ങനെയാണ്. രക്ഷിക്കപ്പെട്ടതാണ് തോന്നുന്നുണ്ട്, കർത്താവിന് സ്നേഹമുണ്ട്, അല്ല ഇനി യോഗത്തിന് കൂടെ കൊള്ളാം. പിന്നെ അവിടെ ചെന്നിരുന്നാൽ കാര്യമായിട്ടൊന്നും ഇല്ല. ഞാനിന്ന് വിട്ടിരുന്ന് ഇങ്ങനെ നോക്കി, ഓരോരുത്തരെയും നോക്കി, എല്ലാവരെയും അനുസരിച്ചപ്പെടാതെ ആരും ഉണ്ടായിരുന്നില്ല. ഉറങ്ങി ഒത്തിരി പേരുണ്ട്, നല്ല സുഖമായിട്ട് പാട്ട് പാടിയപ്പോ പോലും വിളിക്കാതെ ഇരുന്നവരാണ്. അതൊക്കെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു ഇതിലാണ്. അതാണ് അവരുടെ ടെറാഫേർമയെങ്കിൽ കഷ്ടമാണ്. സോളിഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതാണെങ്കിൽ ചിലർ ഇങ്ങനെ കാലം തെറ്റി ഇങ്ങനെ ഉറക്കത്തിനിടയ്ക്കൊക്കെ ഒന്നും കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ ചെയ്യും. രാത്രിയിൽ ഒരുപാട് നേരം പ്രാർത്ഥിച്ചുകൊണ്ടാണ്, രാത്രി മുഴുവൻ ഒരു പ്രാർത്ഥിക്കായിരുന്നു. അതുകൊണ്ട് പകല് പിന്നെ അല്ലെങ്കിൽ പിന്നെ രാത്രി മീൻ പിടിക്കാൻ പോയിരിക്കുകയെന്ന് പറഞ്ഞു. എന്തായിരുന്നുള്ളത് അറിയില്ല. ഏതായാലും നല്ല കണ്ടീഷനിലല്ല പലരും എന്നുള്ളതിന് യാതൊരു സംശയം. ഇസ്രയേൽ മക്കൾ ഇക്കരെ കയറി കഴിഞ്ഞപ്പോഴത്തെ അവരുടെ അനുഭവങ്ങളെ ആധാരമാക്കി ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഈ ഇസ്രയേൽ മക്കളുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രിസ്ത്യ ജീവിതം എന്നുള്ള വാക്കൊന്നും ഓടില്ല. യഹൂദ ജീവിതമെന്നോ ഇസ്രായേലിന്റെ ജീവിതമെന്നോ വീണ്ടെടുപ്പിന്റെ ജീവിതമെന്നോ ഞാൻ ആ വാക്കം ഉപയോഗിക്കുക. ഈ ഇസ്രയേൽ മക്കളുടെ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? മിസ്രൈമിൽ വെച്ചാണോ അതോ ഈ മരുഭൂമിയിൽ വെച്ചാണ് അവർ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത്? നമുക്കറിയാം, അവരുടെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ മരുഭൂമി വെച്ചല്ല, പിന്നോട് വെച്ചാ കുഞ്ഞാൻ രക്തത്താൽ അവിടെയാണ്. അവർ വേർപാടാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. മിസ്രൈമിൽ നിന്നും അവര് വേർപെട്ടു. പക്ഷെ റിയലി ദ ക്രിസ്ത്യൻ ലൈഫ്, അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം മിസ്രൈമിലാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം നാം രക്ഷിക്കപ്പെടുമ്പോഴല്ലേ. പക്ഷെ വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തീയ ജീവിതമൊന്നും ആരംഭിച്ചോന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തീയ ജീവിതമൊന്നും ആരംഭിച്ചിട്ടില്ല. വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന ഒരുത്തിനെ വലിച്ച് താഴെ കരക്കിട്ടാൽ അവന്റെ ജീവിതം ശരിക്കും ആരംഭിക്കുന്ന അവിടെയാണോ? അവിടെയൊന്നും അല്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മരുഭൂമിയിലാണ് അവരുടെ ശരിയായ ജീവിതം വാസ്തവത്തിൽ ആരംഭിക്കുന്നത്. ഇവരാരാണെന്നും ഇവരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഒക്കെ ഇവരെ നമ്മൾ മനസ്സിലാക്കുന്ന ഇവിടെയാണ്. രക്ഷയുടെ ഉല്ലാസവും ആർപ്പും മരുഭൂമിയിൽ യാഥാർത്ഥ്യമായുണ്ടോ? അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചോദ്യം. അവർക്ക്
ചെങ്കടലിൽ കടന്നിക്കൽ കയറിയപ്പോൾ അവർക്ക് വലിയ പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പാട്ടും പ്രാർത്ഥനയുമായിരുന്നു. ഭയങ്കര സ്തുതിയാണ്. സ്വർഗ്ഗം സന്തോഷിച്ച സമയമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരിമാർക്ക് മോശയുടെ നേതൃത്വം, മറിയാമിന്റെ നേതൃത്വത്തിൽ വേറെ എവിടെ ആരാധന, എല്ലാവർക്കും കൂടെ ചേർന്ന് മോശയുടെ നേതൃത്വത്തിൽ, അഹ്റോന്റെ നേതൃത്വത്തിൽ ആരാധന, ഇതെല്ലാം ഉണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതാണോ വാസ്തവത്തിൽ ക്രിസ്ത്യ അനുഭവം? അതാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും നോർമലായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് എവിടെയാണ് ഇതിന്റെ സ്റ്റഡിയായിട്ടുള്ള പോക്ക്? സാധാരണ ജീവിതം എന്ന് പറയും. ഇപ്പൊ അവര് സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ എന്താ അവരെ പറ്റി വായിച്ചത്? മോശയാണ് അവർക്ക് നേതാവായി ഉണ്ടായിരുന്നത്. പ്രയാണം ചെയ്യിച്ചു എന്നാ, പ്രയാണം ചെയ്തു എന്നല്ല, പ്രയാണം ചെയ്യിച്ചു. അങ്ങനെ പ്രയാണാധ്യക്ഷനുണ്ടായിരുന്നു. നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോഴും ഇന്നാരവർക്ക് പ്രയാണ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നു. പ്രയാണ അധ്യക്ഷൻ, അങ്ങനെ പ്രയാണത്തിലൊക്കെ അധ്യക്ഷനുണ്ട്. ഓർഡറിലൊക്കെ സിസ്റ്റമാറ്റിക്കിലൊക്കെയാണ് പോകുന്നത്. എന്നാൽ നാം ഇവിടെ വായിക്കുന്ന അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. പ്രയാണം ചെയ്യിച്ചു, അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. ഈ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമി വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. 3 ദിവസം വെള്ളം കിട്ടാതെ സംഭവിച്ചു. അപ്പൊ മരുഭൂമിയിലെ ദാഹവും ചൂടും, ഭയങ്കര ചൂടാണ്, അപ്പോൾ ഭയങ്കര ദാഹമാണ്. മാറായിലെ കഴിക്കുന്ന വെള്ളം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മാറായിൽ വന്നു. ഈ അവസ്ഥയിൽ നമ്മുടെ പ്രതികരണം എന്താണ്? അവരെന്ത് ചെയ്തെന്ന് നമ്മൾ വായിക്കുന്നത്? അത് കയ്പുള്ള വെള്ളമായിരുന്നു. എല്ലാവരും ഓരോ കുമ്പിൾ വാരി വായിലൊഴിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത്ര വലിയതാകും. 3 ദിവസം വെള്ളമൊന്നും കുടിക്കുക, ഒരു തുള്ളി വെള്ളം കുടിക്കുക. 3 ദിവസം നടന്ന ആളുകൾ വെള്ളം കണ്ടാൽ എങ്ങനെയായിരിക്കും? ആർത്തിയോട് കൂടിയാ ചെന്ന് ഒരു കൈ വാരി വായിലോട്ട് ഒഴിക്കും. ആണ്. പിന്നെ അന്നത്തെ ദിവസം വായി വെച്ചൊന്നും കഴിക്കാനും വയ്യാത്ത ഒരു സ്ഥിതിയാണ്. ആ സ്ഥിതിയാണ്. അപ്പോ അവരെന്താ ചെയ്തത്? അവിടെ അവരൊരു പേരേതായാലും കൊടുത്തു, മാറ എന്ന് പേര്. പിന്നെ പിൽക്കാലത്ത് ഒരു സഹോദരി ഈ പേരെ ഉദ്ധരിച്ച് പറഞ്ഞു, എന്നെ നവോമി എന്നല്ല, പിന്നെ എങ്ങനെ വിളിക്കാനാ പറഞ്ഞു? മാറ എന്ന് വിളിക്കാൻ. ഇതുവരെ ആരും അവരുടെ മക്കൾക്കാർക്കും മാറ എന്ന് പേര്, സാറ എന്ന് പേരിട്ട് കണ്ടിട്ടുണ്ട്, മറിയ എന്ന് പേരിട്ട് കണ്ടിട്ടുണ്ട്, മാർത്ത എന്ന് പേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും മാറാമോളെ എന്ന് പേരിട്ട് കണ്ടിട്ടില്ല. കാരണം അത് കയ്പിൻ്റെതാണ്. അത് ഇടാൻ കൊള്ളാവുന്നൊരു പേരല്ല. വാസ്തവത്തിൽ ക്രിസ്ത്യ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരാരാണെന്ന് ശരിക്കും ഒറ്റിക്കൊടുത്ത് മാറായിരുന്നു. അല്ല, അവർ പുതിയ പേര് കൊടുത്തു. പിന്നെ അവർ ചെയ്ത ഒരു കാര്യം പറയാണ്, മോശയുടെ നേരെ വെറുപെറുത്തു. അതാണ് മോശയുടെ നേരെ വെറുപെറുത്തു. അത് സ്വാഭാവികമാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒട്ടുമിക്കവാറും ആളുകൾ ചെയ്യുന്നത് എന്താ? ദൈവത്തിന് നേരെ വെറുപെറുത്തോ? ദൈവത്തിന് നേരെ വെറുപെറുത്തു എന്ന് പറഞ്ഞില്ല. പിന്നെ മോശയുടെ നേരെ, നീ ഒരുത്തനാണ് ഇതിന് മുഴുവനും കാരണക്കാരൻ. ഞങ്ങൾ അവിടെ ഒന്നാം തീയതി ഇറച്ചിക്കലത്തിന്റെയും പിന്നെ മത്തങ്ങ കലത്തിന്റെയും ഒക്കെ അടുത്ത് ഇരിക്കായിരുന്നു, സുഖമായിട്ട് നിന്ന് കുടിച്ചിരിക്കായിരുന്നു. നീ ഞങ്ങളെ എല്ലാവരെയും കൂടെ വലിച്ചിറക്കിക്കൊണ്ട് ഞങ്ങളുടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ ദേ കുടിക്കാനൊരു വെള്ളവുമില്ല. ഒന്ന് വെറുപെറു. ഈ പിറുപിറുപ്പ് എന്ന് പറയുന്ന ആ മലയാളം ശബ്ദവും അതിന്റെ ഇംഗ്ലീഷിലെ ശബ്ദവും അതിന്റെ എബ്രായ ഭാഷയിലെ ശബ്ദവും എല്ലാം മോശമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലെ ഉമ്മറുന്നാണ്, ഉമ്മർ. അപ്പൊ അവരെല്ലാവരും പിറുപിറുപ്പ് അങ്ങനെ തന്നെ ഇല്ലയോ? ചിലപ്പോ അടുക്കളയിൽ നമുക്ക് കേൾക്കാം ഇങ്ങനല്ലേ. എല്ലാ അടുക്കളയിലും അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതില്ലാതിരിക്കേണ്ടത് ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഒരിക്കലും പിറുപിറുപ്പ് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. കൃപയാല് അങ്ങനെ ഒരു പിറുപിറുക്കുന്ന ഒരു ഇതില്ല. ദൈവം ഇതിന്റെ ഒരു വലിയ കരുണയാണ് എന്നോട്. അല്ലെ എന്ത് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ചിലടത്ത് ഇങ്ങനെ പിറുപിറുപ്പ് ഒരു മഹാ കഷ്ടമല്ലേ. നമുക്ക് വരുന്നതായിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ നമ്മെ കൊണ്ട് കഴിയുകയില്ല, ദൈവത്തെ കൊണ്ടും അത് കഴിയില്ല എന്നുള്ള ചിന്തയായിപ്പോഴും നമ്മൾ പിന്നെ ഈ നേതൃത്വത്തെയാണ്. നിങ്ങൾ സഭയില് ഒരുപാട് നേതൃത്വത്തെ പഴി പറഞ്ഞിട്ടുണ്ട്. നേതൃത്വത്തെ പഴി ചെന്ന് ആരും പറഞ്ഞിട്ട് ദൈവം എനിക്കെന്താ ഇങ്ങനെ വന്നത്, എനിക്ക് ഈ സ്ഥിതി എന്താ വന്നത്, ഞാൻ എവിടെയാ തെറ്റ് ചെയ്തത്, എവിടെയാണ് പറയും. എപ്പോഴും പുട്ട് ബേർഡൻ ഓൺ സംബഡി എൽസ്. വേറെ ആരെങ്കിലും ജനം കല്ലെറിയാൻ മോശം യോശു ആരെയെങ്കിലും കല്ലെറിയാൻ, അതിനൊരു പ്രത്യേക സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. പ്രശ്നം വരുമ്പോൾ ആരുടെയെങ്കിലും പുറത്ത് ഈ പ്രശ്നം കെട്ടിവെക്കുന്നത്. എന്നാൽ ഇത് വെള്ളം കയ്പായതിന് ഞാനും ഉത്തരവാദിയല്ല, മോശയും ഉത്തരവാദിയല്ല. വെള്ളമോടെ കയ്പുള്ള വെള്ളം ഉണ്ടാക്കി വെച്ചതാരെ. ഇപ്പൊ പറയുന്ന മരുഭൂമിയിൽ കൂടെ പാറയിൽ നിന്ന് വരുന്ന വെള്ളം എപ്പോഴും മധുരമാണ്. പക്ഷെ മരുഭൂമിയുടെ മണ്ണിൽ കൂടെ വരുന്ന വെള്ളം എപ്പോഴും കയ്പാന്ന് പറഞ്ഞത്. കാരണം ഈ മണ്ണിലുള്ളതായിരിക്കുന്ന ഒരുപാട് കെമിക്കൽസ്, ഒരുപാട് മിനറൽസ് ഈ വെള്ളത്തില് ലയിക്കും. പാറയിലെ മിനറൽസ് അങ്ങനെ പെട്ടെന്ന് ജനിക്കരുത്. നല്ല കെട്ട പാറയാണെങ്കിൽ അതിനൊന്നും ലയിക്കാൻ അധികമൊന്നുമില്ല. അപ്പൊ ആ വെള്ളം എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് കർത്താവ് പിൽക്കാലത്ത് അവർക്ക് പാറയിൽ നിന്ന് വെള്ളം കൊടുത്തത്. പക്ഷെ പാറയിൽ നിന്നുള്ള വെള്ളത്തിന് കുഴപ്പം എന്താന്ന് വെച്ചാൽ, വെള്ളം കിട്ടണമെങ്കിൽ പാറ ഒത്തിരി അടിയിട്ടല്ലേ, പാറ പൊട്ടിച്ചെങ്കിലും കിട്ടും. മണലാകുമ്പോൾ അത് വേണ്ട, ഇനി ഒഴുകി പോരും. ഇപ്പൊ ഇവിടെ തന്നെ അവിടുന്ന് ഇറങ്ങി വരുന്ന ഈ വെള്ളം കുറച്ച് ദൂരം ഇങ്ങോട്ട് കഴിഞ്ഞ് നിങ്ങളത് കോരി കുടിച്ചു നോക്കിയേ, കുടിക്കാൻ കൊള്ളില്ല. കാരണം അവിടെയുള്ള മണ്ണിൽ നിന്നും മണലിൽ നിന്നും ഒക്കെ ഉള്ളതെല്ലാം ലയിച്ചൊക്കെ വരുന്ന വെള്ളം.
അപ്പോ വാസ്തവത്തിൽ മോശയോട് പിന്നെ എന്തിനാ ഇവര് വെറുത്തത്? മോശ വല്ലതും ചെയ്തോ? ഈ വെള്ളം കയ്പാകാൻ മോശ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. കാഞ്ഞിരത്തിന്റെ കുരു കൊണ്ടെന്ന് അരിച്ചതിൻ്റെ കലക്കോ ഇമാരൊന്ന് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും മോശ ഒന്നും ചെയ്തില്ല. എന്റെ വിചാരം ആദ്യം മോശയായിരിക്കും ഒരു കുമ്പിൾ വെള്ളം കോരി വായിലൊഴിച്ച് നോക്കിയത്. മോശയെ തുപ്പി കളഞ്ഞു പുള്ളിന്റെ കൈപ്പാത്രം. പക്ഷെ മോശ ആർക്കെതിരെ പെറുപിറുക്കുന്നു? മോശ പെറുപിറുത്തില്ല. മോശ പെട്ടെന്ന് ശരി വെള്ളം കയ്പാണ്, കയ്പുള്ള വെള്ളത്തെ മധുരമാക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ? ദൈവം തമ്പുരാൻ തരും എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഈ പ്രശ്നങ്ങൾ വരുന്നതായിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അടിമത്തത്തിന്റെ മിസ്രൈമിൽ നൈൽ നദിയുടെ സമൃദ്ധമായ വെള്ളവും പിന്നെ എന്തെല്ലാം വേണോ, വെള്ളരിക്കായോ വേണോ, കുമ്പളങ്ങയായോ മീനോ എന്തെല്ലാം ഉണ്ട്. അപ്പോ ആ അടിമത്തത്തിന്റെ മിസ്രൈമിൽ നൈൽ നദിയുടെ സമൃദ്ധമായ വെള്ളമാണോ നിങ്ങൾക്കിഷ്ടം, അതോ സ്വാതന്ത്ര്യത്തിന്റെ മരുഭൂമിയിലെ കയ്പ് നിറഞ്ഞ മാറായിലെ വെള്ളമാണോ നിങ്ങൾക്ക് ഇഷ്ടം? അത് ജീവിതത്തിൽ വലിയൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? തിരിച്ചു മിസ്രൈമിലേക്ക് പോവാം. നിങ്ങൾ കിടന്ന് അവിടെ ചെന്നാൽ നൈൽ നദി ഇഷ്ടം പോലെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട്, അത് പോയി കുടിക്കാം. നിങ്ങൾക്ക് അതാണോ ഇഷ്ടം? എങ്കിൽ പോകരുതോ? അവർ പോകാൻ്റെ സംഭവം നടത്തി വിൽക്കാറുണ്ട്. ഞാൻ പറയാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന കുറേ വിശ്വാസികൾ മാറയിലെ വെള്ളം കയ്പാകുമ്പോൾ അവർക്കൊരു ചോയ്സ് കിട്ടിയാൽ അവർ തിരിച്ചു പോകും. അവർക്കൊരു ചോയ്സ് കിട്ടിയാൽ അവർ പോകും. അവരെന്താ പറയുമെന്നറിയാമോ? മിസ്രൈമിലെ നൈൽ നദിയിലെ വെള്ളം എന്തോ ഒരു നല്ല വെള്ളം, അതിന്റെ കരയിലൊക്കെ ഞങ്ങൾ കൃഷി ചെയ്ത് വെള്ളരിക്കായും വഴുതനങ്ങായും പയറും എന്തെല്ലാം പച്ചക്കറികൾ, അതിലെ മീൻ ഞങ്ങൾ പിടിച്ചെടുത്തു. എത്ര സുഖകരമായ ഒരു ജീവിതം. ഇവിടെ ഇതാ 3 ദിവസത്തെ വഴി ദൂരം നടന്നു വന്ന് വെള്ളം കുടിക്കാതെ നടന്ന് ദാഹിച്ച വരുന്ന വന്നിട്ട് ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വെള്ളമെന്ന് പറയുന്നത് വായില് ഒഴിക്കാൻ വയ്യ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, മാറയിലെ കയ്പിനേക്കാൾ മിസ്രൈമിന്റെ അടിമത്വമാണ് നിങ്ങൾക്ക് കൂടുതൽ കയ്പുള്ളതായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഡയറക്ഷൻ, ശരിയായ ദിശയിലാണ്. അത് കാണാനുള്ളതായിരിക്കുന്ന ഒരു കണ്ണാണ് നമുക്ക് വേണ്ടത്. ഒരു ആത്മീയന് മാത്രമേ ആ കണ്ണ് കാണാനായിട്ട് സാധിക്കൂ. ക്രിസ്ത്യ ജീവിതത്തിലെ പരിശോധനകൾ വിവിധ നിറത്തിലും രുചിയിലും തീവ്രതയിലും ഒക്കെ ഉള്ളതാണ്. ചിലപ്പോൾ കയ്പായിരിക്കാം, ചിലപ്പോൾ പുളിയായിരിക്കാം, ചിലപ്പോൾ എരിവായിരിക്കാം, ചിലപ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയായിരിക്കാം. 3 ദിവസത്തെ നടപ്പ് മരുഭൂമിയിലെ നടപ്പാണെന്ന് വിചാരിച്ചു. വെള്ളം കിട്ടാതെയുള്ള സഞ്ചാരം. ടൂർ മരുഭൂമിയിലെ ജീവിതം വെള്ളം കിട്ടാതെ നടക്കുന്ന ഒരു ജീവിതമാണ്. ശക്തി വർദ്ധിക്കുന്ന ഒന്നല്ല, ശക്തി പറ്റിപ്പോകുന്ന ഒന്നാണ്. പക്ഷേ ആ 3 ദിവസം ഒരു പാട്ടൊന്നും പാടിയില്ല കേട്ടോ, ഒരു പാട്ടും പാടി. ചില ആളുകൾക്ക് കഷ്ടതയിൽ പാട്ട് പാടാൻ ഒന്നുമില്ല. കഷ്ടതയിൽ പാട്ട് പാടാൻ വളരെ കുറച്ച് ആളുകളെ അതൊക്കെ സാധിക്കും. ചില ആളുകളുടെ കഷ്ടതയിലെ പാട്ട് എന്നെ വളരെ വളരെ അതിശയിപ്പിക്കും. എൻ്റെ അപ്പച്ചനെ മൂത്ത ഒരു പെങ്ങളുണ്ടായിരുന്നു. പെങ്ങൾക്ക് 4 പെൺമക്കൾ, അത് കഴിഞ്ഞ ഒരു ആൺമകൻ. പിന്നെ അമ്മച്ചി ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പച്ചൻ പാമ്പ് കടിച്ചു. അങ്ങനെ പിന്നെ പ്രസവിച്ചപ്പോൾ അത് പെൺകുഞ്ഞാണ്. അങ്ങനെ 5 പെൺകുഞ്ഞുങ്ങളൊരു ഒരാൺകുഞ്ഞ്. 4 വയസ്സായപ്പോൾ അവന് പെട്ടെന്ന് എന്തോ അസുഖം മരിച്ചു. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ പ്രായം തന്നെയാണ്, പ്രായക്കാരനായിരുന്നു. 3-4 വയസ്സുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ, എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ശവസംസ്കാരം. അന്നപ്പോ ശവസംസ്കാരത്തിന് വന്നപ്പോൾ അമ്മച്ചി ഒരു പാട്ട് പാടി, ദോഷത്തിനായിരുന്നു എൻ്റെ കർത്താവിനോട് ചെയ്യുക. അതെന്നെ എനിക്ക് 4 വയസ്സേ ഉള്ളെങ്കിൽ ഇപ്പോഴും എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തപ്പാണ്. ഭർത്താവ് മരിച്ചു, ഒരാൺമകനും മരിച്ചു. ഈ ആൺമകനും മരിച്ചു എന്ന് മാത്രമല്ല, അമ്മായിപ്പന് ഒറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മകൻ 2 പെൺകുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അമ്മായിപ്പനെ അവരുടെ സ്വത്ത് കണ്ട എൻ്റെ വല്യപ്പൻ മാത്രം സ്വന്തം കല്യാണം കഴിപ്പിച്ചു. ഭയങ്കര സ്വത്തുകാരൻ. ഈ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ് അമ്മച്ചി പെൺമകളെ പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപായി ഈ അപ്പച്ചൻ 2ാമൊരു മകനെ ഉണ്ടായി. മോനെ ഉണ്ടായിരുന്ന സ്വത്ത് കൊണ്ടാണ് കഴിച്ചത്. 2ാമൊരു മകൻ. അപ്പച്ചൻ ഈ സ്വത്തുക്കൾ മുഴുവൻ എഴുതിയ 2ാമത്തെ മകന് പേര്. അപ്പോൾ എൻ്റെ വല്യമ്മച്ചി അന്നത്തെ കാലത്ത്, ഞാൻ ക്ഷമിക്കണം, 1000 ബ്രിട്ടീഷ് രൂപ കൊടുത്ത് എൻ്റെ വല്യപ്പച്ചൻ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അന്നത്തെ കാലത്ത് വലിയൊരു തുകയെ 1000 ബ്രിട്ടീഷ് രൂപ. 100 തേങ്ങയ്ക്ക് ഒരു ചക്രമാണ് വില. അവസാനം വല്യമ്മച്ചി 3 5 പെൺമക്കളെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. കാരണം സ്വത്തല്ലേ എഴുതി അരിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകൻ മരിക്കുന്നത്. ആ മകൻ മരിക്കുമ്പോൾ പാടിയ പാട്ട്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടത് വാങ്ങിയാൽ എൻ്റെ കർത്താവ് എന്നോട് ദോഷമായിട്ടൊന്നും ചെയ്യും. അതെല്ലാവർക്കും സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് നെഞ്ചത്ത് 2 അടി അടിച്ച് എൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ എന്ത് പാപം ചെയ്യും എന്നാണ് സാധാരണക്കാർക്ക്. ഈ മാറയുടെ സമയത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാനും വിശ്വാസം പ്രഖ്യാപിക്കാനും കഴിയുന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്.
ക്രിസ്ത്യ ജീവിതത്തിലെ പരിശോധനകൾ നമുക്ക് വരും. ശൂർ മരുഭൂമിയിലെ ജീവിതം വെള്ളം കിട്ടാത്ത ജീവിതമാണ്. വെള്ളം കിട്ടുമ്പോൾ അത് ആൾക്കൂടെ കഴിക്കുന്ന വെള്ളവുമാണ്. പക്ഷെ ഒരു രസകരമായ കാര്യം, ഇസ്രായേൽ മക്കൾ പിൽക്കാലത്ത് മരിച്ചു വീണത് എവിടെയാണെന്നറിയാമോ? വെള്ളം കിട്ടിയപ്പോഴാണ്. ഇവിടെ കൈപ്പുള്ള വെള്ളം ഉള്ളിടത്ത് ഒരാളും മരിക്കുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? വെള്ളം ഒരുപാടുള്ള സ്ഥലത്ത് വന്നു, പാറ അടിച്ചു, വെള്ളം കിട്ടി. പിന്നെ പാറയോട് കൽപ്പിക്കുന്നവരും അടിച്ചു. അവിടെ പുറത്ത് ഇസ്രായേൽ മക്കളുടെ നാശം തുടങ്ങിയത്, മരണം തുടങ്ങിയത് ഈ ശൂർ മരുഭൂമിയിലെ മാറായിൽ വെച്ചല്ല. അവിടെ ആരും മരിച്ചില്ല. പിന്നെ അവർക്ക് മന്ന കിട്ടി, അവർക്ക് കാടയെ കിട്ടി, അവർക്ക് വെള്ളം കിട്ടി, എല്ലാം കിട്ടി. പക്ഷെ അവർ സംതൃപ്തരായിരുന്നു. പരാതി, പെറുവിറുപ്പ്. അഗ്നിസർപ്പങ്ങളെ അയക്കുന്നു, തീ അവരുടെ ഇടയിൽ വരുന്നു എന്ന് വേണ്ട. അവര് പലപ്പോഴും അങ്ങനെയാ കേട്ടോ. നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ കഠിനമായ പരിശോധനകൾക്ക് മധ്യത്തിലല്ല. നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് നമ്മുടെ സുഖജീവിതത്തിൽ. അതെപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. 20-ലധികം ലക്ഷം ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. 20 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് 6 ലക്ഷം ഉണ്ടായിരുന്നത്. അതിന് താഴെയുള്ളവരും മറ്റ് സ്ത്രീകളും എല്ലാവരും കൂടി വരുമ്പോൾ 22 ലക്ഷം ആളുകളാണെന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. 22 ലക്ഷം ആളുകൾ ഒരുമിച്ചിരുന്ന് പിറുപിറുത്താൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്വർഗത്തിലെ ദൂതന്മാർ പറയുമായിരിക്കും, എന്താ അവിടെ ഒരു രണ്ടുപേര് പിറുപിറുത്താൽ തന്നെ നമുക്ക് പ്രയാസം. പിറുപിറുപ്പ് കൊണ്ട് വെള്ളം മധുരമാകുമെന്ന് നമ്മൾ കരുതിയോന്ന് എനിക്കറിയില്ല. പിറുപിറുപ്പ് കൊണ്ട് വെള്ളത്തിന്റെ കയ്പ് കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ എന്തിനാ ഈ അവരോട് പിറുപിറുത്തു? ചിലപ്പോൾ മക്കളെ പറ്റി പരാതി പറഞ്ഞു, ചിലപ്പോൾ വീട്ടുകാരെ പറ്റി പരാതി പറഞ്ഞു. അവരുടെ എന്തിന്? ദൈവത്തോട് ചോദിക്കുക, ദൈവം നീ എന്ത് പാഠം പഠിക്കാനാണ് നീ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? എന്ത് പാഠമാണ് നീ എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? ആ പാഠം ഞാൻ പഠിപ്പിച്ചാൽ എന്ന് പറയുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഏതായാലും മോശ അവരെ പോലെ പ്രതികരിച്ചില്ല. മോശ എന്താ ചെയ്തത്? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 25-ാമത്തെ വാക്യം, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ജനങ്ങളുടെ മോശക്കെതിരെ, നേതൃത്വത്തിനെതിരെ ജനങ്ങളെ പിറുപിറുത്തു. ദൈവം മോശയോടെ പ്രാർത്ഥിച്ചു. എനിക്കത് ഇഷ്ടമുള്ളതായി. 25-ാം വാക്യം, അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണും. മോശ പ്രശ്നത്തെ പരിഹരിച്ചത് പ്രാർത്ഥന കൊണ്ടാണ്. മോശ പ്രാർത്ഥിക്കുന്നത് വരെ ദൈവം വൃക്ഷം കാണിച്ചു കൊടുത്തില്ല. ആ വൃക്ഷം അവിടെ തന്നെ ഉണ്ടായി. നമ്മൾ എപ്പോ ഈ പിറുപിറുത്ത് നിർത്തി പ്രാർത്ഥനയിലേക്ക് പോകുന്നു, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ട് പോകും. അതെപ്പോഴും മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിൽ നാം പിറുപിറുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി തീരുക മാത്രമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയാം, പിറുപിറുത്തിട്ട് അനുഗ്രഹം പ്രാപിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ ഒന്ന് കാണണം, ഒരു ക്ഷയിക്കാനും കൊടുക്കാം. പിറുപിറുത്തിട്ട് ആരും അനുഗ്രഹം വരുമില്ല. ഒരു മനുഷ്യന് വെറുതെയിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. മോശ പ്രാർത്ഥിച്ചപ്പോ കാര്യങ്ങൾ നടന്നു. കർത്താവ് എന്താ പറഞ്ഞത്? ചോദിപ്പീൻ നൽകിത്തരാം, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും. എല്ലാ വിഷയങ്ങളും ചോദിച്ചാൽ ഉടനെ കിട്ടിയില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ 3 എണ്ണം പറഞ്ഞത്. ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. ചില പ്രശ്നങ്ങൾക്ക് ചോദിച്ചാൽ മതി. മക്കൾ അപ്പം ചോദിച്ചാൽ അത് ചോദിച്ചാൽ കിട്ടുന്നതാണ്. മക്കൾ അപ്പം ചോദിച്ചാൽ പിള്ളേര് വിശക്കുന്ന അപ്പം തേടി നടക്കണം ലോകം മുഴുവൻ? വേണ്ട, അത് അർജന്റായിട്ടുള്ളതാണ്, ഇമ്മീഡിയറ്റ് നീഡാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ ചോദിച്ചാൽ മതി, കിട്ടും. പക്ഷെ എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ ഉടനെ കിട്ടില്ല. ഇസ്രായേൽ രാജാവിനെ ചോദിക്കുന്നതിന് മുമ്പ് റെഡിയാക്കി വെച്ചിരുന്നു. എന്നെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ല. കുറെ കാലം ചോദിച്ചു, കുറെ കാര്യങ്ങൾ അതിന് മുന്നിൽ നടക്കേണ്ടതായിട്ട് വന്നു. പല കാര്യങ്ങളും അങ്ങനെയാണ്. അന്വേഷിക്കണം. ചില സമയത്ത് മുട്ടണം. ഒരു വാതിലൊന്നും മുട്ടിയാൽ പോരാ, പല വാതിൽ മുട്ടണം. കർത്താവ് തന്നെ പറഞ്ഞാൽ ഉപമയിലില്ലയോ, രാത്രി മുഴുവൻ മണിക്കൂറുകൾ മുട്ടിക്കൊണ്ടേയിരുന്നു. ഉറത്തു എഴുന്നേറ്റ് തരുന്നത് വരെ മുട്ടിക്കൊണ്ടിരുന്നു. അപ്പോ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ്? ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ പഠിക്കാതെ നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയില്ല. ചില കാര്യങ്ങൾ ചോദിച്ചാൽ കിട്ടും, ചിലതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. ചില ആളുകള് ഇപ്പോ ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ കണ്ടെത്താനായിട്ട് മിസ്രൈമിൽ ചോദിച്ചാൽ മാത്രം പോരാ, കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യണം. 1200 കിലോമീറ്റർ യാത്ര ചെയ്യണം. കുറച്ച് യാത്ര ചെയ്യുന്നു. പിന്നെ അവിടെ ചെന്ന് കണ്ടെത്തിയെങ്കിൽ നിന്നു, വന്നു, ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇല്ലേ? യാക്കോബിനാണെങ്കിൽ മുട്ടി 14 വർഷം എന്ത് ചെയ്തു? സേവനം ചെയ്തിട്ടാ കിട്ടിയത്. ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് ഉത്തരം അങ്ങനെയാകും. ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടുന്ന വിഷയം. കർത്താവ് ഈ പ്രശ്നത്തെ പരിഹരിച്ച് എന്ത് എളുപ്പമെന്നറിയാം. കർത്താവ് എങ്ങനെയാ ഈ വെള്ളത്തെ 50 ടൺ പഞ്ചസാര ഓർഡർ ചെയ്തു, അല്ലെ? 60 ടണ്ണ് ശർക്കര ഓർഡർ ചെയ്തു, മറയൂർ ശർക്കര. എന്നിട്ട് ഈ വെള്ളം എവിടുന്നാ വരുന്നത് കണ്ടെത്തിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ കലക്കി. എന്നിട്ട് അവിടുന്ന് ചെറിയ ഒരു പാച്ച് വെള്ളം അങ്ങ് ഊറിപ്പോയി. അതിനുശേഷം ഈ പഞ്ചസാര വെള്ളം വരുമ്പോൾ എല്ലാവരും
എന്തൊരു സന്തോഷം. അങ്ങനൊന്നും അല്ല, അതൊക്കെ മനുഷ്യന്റെ വഴികളാണ്. ദൈവം ഒരു കമ്പ് കാണിച്ചു, ചെടി കാണിച്ചത് മലയാളത്തിൽ കമ്പ് കാണിച്ചെന്നാണ്. മലയാള വൃക്ഷം, ഇംഗ്ലീഷിലെ ഒരു വൃക്ഷം കാണിച്ചത്, ഇവിടെ മലയാളത്തിൽ വൃക്ഷം കാണിച്ചെന്നാണ് ആ ഒരു വൃക്ഷം. ഇംഗ്ലീഷിലെ വൃക്ഷമെന്നല്ല, ഒരു ഒരു ചെടി കാണിച്ചു, ഒരു കമ്പ് കാണിച്ചു. എന്തുവാകട്ടെ, ഒരു വൃക്ഷം കാണിച്ചു. വൃക്ഷത്തിന്റെ കമ്പൊക്കെ താഴോട്ട് ചാഞ്ഞു കിടക്കുകയായിരുന്ന ഒന്നും എനിക്കറിയില്ല. അതോ മോശ മരത്തെ കയറി അല്പം വലിപ്പമുള്ള ഒരു കമ്പ് വെട്ടി താഴെ ഇട്ടു, ഇലയെല്ലാം കൂതിക്കളഞ്ഞു, ആ കമ്പെടുത്തു വെള്ളത്തിൽ കൊണ്ടിട്ടു. എന്തായിരുന്നാലും ശരി, ദൈവത്തിന് പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾക്കുള്ളതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. കർത്താവ് കമ്പ് കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. കർത്താവ് മുറിച്ചൊന്നും കമ്പിട്ടില്ല. കർത്താവിന് വാസ്തവത്തിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, പോരെ. കർത്താവിന്റെ ഭൂമിയിലായിരുന്ന കാലത്ത് പറഞ്ഞില്ല, നീ വരികയൊന്നും വേണം, നീ ഒരു വാക്ക് പൊക്കോ, എന്റെ മകൾക്ക് സൗഖ്യമായി എന്ന് നോക്കിയപ്പോൾ സൗഖ്യമായി കർത്താവ് പറഞ്ഞ സമയത്ത്. അത് കഴിയാൻ, പക്ഷെ ഇവിടെ കർത്താവ് അങ്ങനെ പ്രശ്നം പരിഹരിച്ചില്ല. ഇവിടെ കർത്താവ് ഒരു കമ്പ് കാണിച്ചു കൊടുത്തു. ആ കമ്പ്, അതിന്റെ കമ്പ് ഇട്ട് വെള്ളത്തിലിടണം. പ്രശ്നത്തിന്റെ വലിപ്പമല്ല കർത്താവിന്റെ പ്രശ്നം, നമ്മുടെ വിശ്വാസത്തിന്റെ വലിപ്പമാണ് പ്രശ്നം. കേട്ടോ, അനുസരിക്കുന്നതിലാണ്. ഇപ്പൊ മോശ ഇങ്ങനെ വേണേ പ്രതികരിക്കാം. ഈ കയ്പ് ആഴത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്, കയ്പുള്ള വെള്ളം മാറാനായിട്ട് ഇച്ചിരി ഒരു കമ്പ് എടുത്തിട്ട് വെള്ളം മാറും. അങ്ങനെ മധുരമുള്ള കമ്പ് ഏതാ? മോശ എന്ത് വിചാരിച്ചുകൊണ്ടാ? മോശ ഒറ്റ ചിന്തയിലായിരിക്കും കമ്പ് കെട്ടിയിട്ട് എന്താണ്? കർത്താവ് പറഞ്ഞു, ഞാനത് കേൾക്കും, കർത്താവ് ഇത് വരെ ഇതേ ഉള്ളൂ. മരുഭൂമിയും പാമ്പ് കടിച്ചാകുമ്പോഴെന്താ സംഭവിച്ചത്? താമ്രം കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കിയിട്ട് ഒരു വലിയ കവുകൊണ്ട്, കവുന്നോടില്ലല്ലോ, കെട്ടി തൂക്കാൻ പറഞ്ഞത്. കടിക്കാൻ അങ്ങോട്ട് നോക്കാം. ഇന്നിപ്പോ ഒരു പാമ്പ് കടിച്ച് എന്നും വിചാരിച്ചുള്ളൂ പത്തനംതിട്ട ജില്ലയിലുള്ള ആളുകളെ എല്ലാം പാമ്പ് കടിക്കുക, എല്ലാവരും പാമ്പ് കടിക്കുക. അപ്പോൾ നമ്മളെല്ലാം വിശ്വാസികളില്ല. നമ്മുടെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം കൂടി വലിയൊരു കവുകൊക്കെ കെട്ടി നോക്കിയിട്ട് വലിയ 2 കിലോ താമ്രമൊക്കെ വാങ്ങി പാമ്പിനെ കെട്ടിട്ട് കൂട്ടിയിട്ട് നമ്മളൊന്ന് പ്രസംഗിക്കുക. നോക്ക്, പാമ്പിനെ നോക്ക്, സൗഖ്യമാകും. നമ്മുടെ വിശ്വാസികൾ ഒന്നും നോക്കൂല. അവരെന്ത് പറയും? എന്റെ സഹോദരന്മാരെ, ഈ 21ാം നൂറ്റാണ്ടിൽ ഈ പണി അങ്ങ് മനസ്സിരുന്നോട്ടെ. പാമ്പിന്റെ വിഷം ഇറങ്ങണമെങ്കിൽ പിത്തള പാമ്പിനെ നോക്കിയാൽ ഒക്കില്ല. അത് അന്നത്തെ മിടുക്കന്മാരും മോശയോട് പറഞ്ഞു, നീ പൊട്ടനാന്ന് പറഞ്ഞു, നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. ഈ അബദ്ധം പറഞ്ഞാൽ ഇല്ല. പക്ഷെ വിശ്വാസത്തിന്റെ മാർഗം എന്ന് പറഞ്ഞതാണ്. കർത്താവിന്റെ അടുക്കൽ വന്ന നിക്കോദിമോസിനോട് കർത്താവ് വിശ്വാസം, അവൻ എന്ത് പറഞ്ഞ് സുവിശേഷം പറഞ്ഞിട്ട് നിക്കോദിമോസിന് മനസ്സിലാകുന്നില്ല. അതെങ്ങനെ കർത്താവ് അവസാനമായിട്ട് അവനെ എന്താന്ന് പറയും? സംഖ്യാപുസ്തകം 21ാം അധ്യായത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ പഴയ പാമ്പാകുന്ന സർപ്പത്തിന്റെ കടിയേറ്റ പാപികളായി തീർന്നതായിരിക്കുന്ന മനുഷ്യവർക്കും ദൈവം ഉയർത്താൻ പോകുന്ന കുടിമരത്തിൽ ഒരു സർപ്പമുണ്ട്, പിത്തള സർപ്പം, കർത്താവായ യേശു ക്രിസ്തു. അവനെ നോക്കി രക്ഷ കിട്ടുന്നില്ല. നിക്കോദിമോസ് പറഞ്ഞ അത് ശരിയാണ്. നിക്കോദിമോസ് അവിടെ രക്ഷിക്കപ്പെട്ടാ പോകുന്നത്. കാരണം പിന്നെ കർത്താവിന്റെ അടുക്ക് വരുന്ന അവിശ്വാസിയ ചോദ്യമായിട്ട് ചിലപ്പോൾ വലിയ പണ്ഡിതന്മാർക്കാണെങ്കിൽ സിമ്പിൾ ഇലസ്ട്രേഷൻസ് കാര്യം സാർ. ഇവിടെ കർത്താവ് പറഞ്ഞു കമ്പ് വെട്ടിയിട്ടോളം പറഞ്ഞു, കമ്പ് വെട്ടിയിട്ടു. എന്തോ ഒരു വലിയ കാര്യങ്ങളാണ്. പക്ഷെ ആ സന്ദർഭത്തെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 25ാമത്തെ വാക്യത്തിന്റെ പറയുന്നത്, ഈ വെള്ളമൊക്കെ മധുരമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ചാണ് അവരെ പരീക്ഷിച്ചു. ജീവിതത്തില് നമുക്ക് ചട്ടങ്ങളും പ്രമാണങ്ങളും പലപ്പോഴും ലഭിക്കുന്നത് നമ്മുടെ സമൃദ്ധിയുടെ സന്ദർഭങ്ങളിലല്ല. അല്ല, സമൃദ്ധിയുടെ സന്ദർഭങ്ങളിൽ ചെന്ന് കുടിച്ച് മതിച്ച് കിടക്കല്ലേ, എന്തിനും നമുക്ക് ആവശ്യമുണ്ട്. രോഗം വരുമോ നമ്മൾ നേരെ വെല്ലൂർക്ക് പോകും, വേണ്ടി വന്നാല് നമ്മൾ ഹെലികോപ്റ്റർ എടുത്ത് പോകും, കാശുണ്ട്, പിന്നെ അങ്ങനെ നമ്മൾ ഏത് പ്രശ്നമൊക്കെ പരിഹരിക്കും. പക്ഷെ ഈ മാറായിലെ വെള്ളം കയ്പായിരിക്കുന്നിടത്ത് ഹെലികോപ്റ്റർ എടുത്ത് വെല്ലൂർ പോയാൽ വെള്ളം മധുരമായിരിക്കും ഇല്ല. അത് ദൈവം പറയുന്നതായിരിക്കുന്ന പ്രമാണങ്ങൾ അതുപോലെ അനുസരിച്ചെങ്കിൽ പറ്റും. ദൈവമേ, ആ പണി മനസ്സിലിരിക്കട്ടെ. നിന്റെ പണി ഏതാ? ആളുകളെല്ലാം കല്ലെറിയാനായിട്ട് റെഡിയായിരിക്കുക, എന്നെ വെള്ളം കയ്പാന്ന് പറഞ്ഞു. ഞാൻ ഈ അമ്മമാരോട് പറയുക, എല്ലാവരും ഈ കമ്പിലെ ഓരോ കമ്പ് കൊണ്ടു വെള്ളത്തിൽ ഇട്ടിട്ട് ആ കമ്പ് അവിടെ ഇരിക്കുമ്പോൾ ഇച്ചിരി വെള്ളം കോരി കുടിക്കുന്നൊക്കെ പറഞ്ഞ അവന്മാരെന്നെ ശരിയാക്കില്ല. ദൈവം അവർക്കൊരു പാഠം പഠിപ്പിച്ചു. എന്ത് പാഠമാണ് പഠിപ്പിച്ചത്? ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളും സാഹചര്യങ്ങളും വലിയ അനുഗ്രഹത്തിനുള്ള മുഖാന്തരങ്ങളായി തീരും. പക്ഷേ അതിന് നമുക്ക് ചട്ടങ്ങളും പ്രമാണങ്ങളും വേണം. എന്ത് ചട്ടമാണ്? ചട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ചട്ടക്കൂട്ടെന്നൊക്കെ പറയില്ലേ. മനുഷ്യനെ ചട്ടത്തിന്റെ അകത്താക്കണം. തോന്നിയ പോലെ ജീവിക്കുന്ന നോക്കില്ല. അവിടെ വെച്ച് അവരെല്ലാം കർത്താവ് പിടിച്ച് ചട്ടക്കൂട്ടില്ല, ചട്ടം കൊടുത്തു. ആ ചട്ടത്തിൽ നിന്ന് പ്രവർത്തിച്ചെങ്കിലേ ഉള്ളൂ. എന്താ ചട്ടം? 26ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. അതാണ് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. അനുസരണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചട്ടം. അനുസരണം.
ദൈവം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യില്ല. പല കാര്യങ്ങളും നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ, ചിലത് നമ്മുടെ അറിവുകളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വ്യാഖ്യാനമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയായിരിക്കും. എന്തായാലും ദൈവം അതിലൊന്നും യാതൊരു വിലയും. ശൗല് തെറ്റിപ്പോയത് ഇവിടെ. ശൗല് വളരെ ബുദ്ധിയോട് ചിന്തിച്ചു. നല്ല തടിച്ചു കൊടുത്ത കാളന്മാർ, അമേരിക്കയിൽ നിൽക്കുന്നതായിരിക്കുന്ന ചില ബ്ലാക്ക് ആംഗസ് ഇറച്ചിക്കാളന്മാരുണ്ട്. അതുപോലെ 10, 400, 600, 800 കിലോ ഉള്ളതായിരിക്കുന്ന കാളന്മാർ തടിച്ചു കൊടുത്ത് ഭൂമിയിൽ നിന്നൊരു കാൽ ഇത്ര ഒരടി പൊക്കത്തിലാണ്, അതുപോലെ ശരീരമാണ് അത്രയും. അതിനെയൊക്കെ ചെറുത് കരുത്ത് വെട്ടിക്കളയാൻ, നശിപ്പിക്കാനാ പറഞ്ഞത്. ബും 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 വെട്ടി ഇട്ടോളാനാ പറഞ്ഞു. അപ്പൊ ശൗല് പറഞ്ഞു, ദൈവം അങ്ങനെ അർത്ഥമാക്കാൻ യാതൊരു വഴിയും ഇല്ല. ദൈവം പറഞ്ഞത് ബലഹീനമായ കന്നുകാലികളെ എല്ലാം കൊന്നിട്ട് ആടുകളെയും കൊന്ന് നശിപ്പിച്ച് കളഞ്ഞിട്ട് തടിച്ചതും കൊഴുത്തതിനെയും കൊണ്ട് എവിടെ പോകണം? യെരുശലേമിൽ വരണം. അവിടെ സമാഗമന കൂടാരമുണ്ട്, അവിടെ പ്രാകാരത്തിൽ യാഗപീഠമുണ്ട്. അവിടെ കൊണ്ടുവന്ന് അതിനെയെല്ലാം കർത്താവിന് ബലി കഴിക്കണം. ഈ യെരുശലേമിലെ ഉണക്കക്കാളന്മാരെ ചുട്ടാ പലയിടത്തും മേധസ്സുണ്ട്. മേധസ് കത്തിയല്ലേ ദൈവദൂതന്മാർക്ക് മണക്കുന്നത്. അപ്പൊ ശൗല് ചിന്തിച്ചു, ഈ കാളയ്ക്ക് ഒരു 10-200 കിലോ മേധസ് കാണും, അതങ്ങോട്ട് കത്തുമ്പോ സ്വർഗത്തിലെ ദൈവം എന്തൊരു പ്രസാദം. ശൗല് തെറ്റിപ്പോയി. അതുപോലെ അവർ രാജാവിനെ പിടിച്ചിട്ട് പോയി. അതിന്റെ വിജയം എന്ന് പറയുന്നത്, രാജാവിനെ പിടിച്ച് ബലമായി ചങ്ങലയിട്ട് കൊണ്ടുപോകും. ഒന്ന് കളഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? ശമൂവേൽ വന്ന് ചോദിക്കുന്നു, ശൗലെ എന്താ മുക്ര കേൾക്കുന്നത്? അയ്യോ, ദൈവത്തിന് വേണ്ടി വേർതിരിച്ചതായിരിക്കുന്ന, പ്രാർത്ഥനയോടുകൂടി തിരഞ്ഞെടുത്ത് വേർതിരിച്ചതായിരിക്കുന്ന മൃഗങ്ങളാ. നിന്റെ തിയോളജി തെറ്റിപ്പോയി ശൗലെ. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ, നീ ആ 100 കാളന്മാരെ യാഗം കഴിക്കുന്നതിനേക്കാൾ നശിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നശിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ യാഗമായി. കേൾക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ. ആഗാഗിന് രാജാവിനെ കൊണ്ടുവന്ന് കഷ്ണമായിട്ട് ശമൂവേൽ ഖണ്ഡിച്ചു. എത്ര കഷ്ണമാക്കിയെന്ന് എനിക്കറിയില്ല. ഞാനതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടി വരും. വാളെടുത്താന്നോ കോടായി എടുത്താന്നോ കഴുത്ത് തുടങ്ങി മുറിച്ചാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കുകയാണ്. അതിന് സഹതാപമൊന്നും കാണിക്കുന്ന കാര്യം, പിന്നെ ന്യായമൊന്നും പറഞ്ഞു യോജിക്കുന്നു അവിടെ ആവശ്യം. ദൈവം ഒരു കാര്യം പറഞ്ഞത് അനുസരിക്കേണ്ടത്, അതെന്തിനാണെന്നൊന്നും. അപ്പൊ അവിടെ വെച്ച് ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെന്താണ്? അവന്റെ പ്രസാദമായുള്ളത് നീ ചെയ്യണം. അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കണം. 3 കാര്യങ്ങളാണ് ചട്ടങ്ങളായിട്ട് കൊടുത്തത്. 3 കാര്യങ്ങൾ. അതിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ്, ലിസൺ ടു ഗോഡ്. നമ്മൾ പലപ്പോഴും ഇന്നിപ്പോ ഈ ലോകത്തുള്ളതായിരിക്കുന്ന ഒരുപാട് ക്രിസ്തീയ സമുദായങ്ങളുണ്ടല്ലോ. ഈ സമുദായങ്ങളൊക്കെ എല്ലാം ലോജിക്കലിയാ ചെയ്യുന്നത്. വിശ്വസിക്കുന്ന ഒരു സ്നാനമേൽക്കണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ മുഖേന അത് ഭാഗ്യം. അല്ല അങ്ങനല്ലേ പഴയ നിയമകാലത്ത്? അങ്ങനെ അപ്പനെ പരിച്ഛേദനയേറ്റു, മകനെ പരിച്ഛേദനയേൽപ്പിച്ചു അല്ലേ? കുഞ്ഞുങ്ങളെയല്ലേ പരിച്ഛേദന ചെയ്തു. നിങ്ങൾ യുക്തിയൊന്നും വേണ്ട. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ അങ്ങനെയല്ലേ. പിന്നെ എന്തിനു യുക്തി? ഒരു യുക്തിയുടെ ആവശ്യമില്ല. പലരും യുക്തി കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ പറഞ്ഞു, അവന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ സകല വിധികളും നീ പ്രമാണിക്കണമെന്ന് പറഞ്ഞു. അതാണ് അവർക്ക് കൊടുത്ത ചട്ടം. മിസ്രൈമിൽ നിന്നും പോകുന്നതിന് ശേഷം അവർക്ക് കിട്ടിയ ആദ്യത്തെ ചട്ടം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം, ദൈവം പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. അതിന് ദൈവം ക്രമീകരിച്ച ഒരു ക്രമീകരണമാണ് ഈ മാറ എന്ന് പറയുന്നത്. ചില സമയത്ത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ചില മാറയുടെ അനുഭവങ്ങൾ കൊണ്ടുവരും. എന്തിനാ കൊണ്ടുവരുമെന്ന് അറിയാമോ? നീ ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയാനാണ്. നാം ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയാനാണ് ഈ മാറയുടെ അനുഭവങ്ങൾ കൊണ്ടുവരുന്നത്. ഈ മാറയുടെ അനുഭവങ്ങൾ നമ്മൾ ദൈവത്തെ അറിയോ? അതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയാൻ വെള്ളം മധുരമാക്കി തരിക എന്നുള്ള. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം അതല്ല. നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കുകയില്ല, അതാണ് പ്രശ്നം. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്താൽ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് വരുത്തുകയില്ല. പോരെ, മിസ്രൈമിൽ 10 ബാധകൾ കണ്ടാണ് വന്നത്. മരുഭൂമിയിലേക്കാണ് വരുന്നത്. രോഗങ്ങൾ വരാൻ വളരെ പറ്റിയ സ്ഥലം. അസാമാന്യമായ ചൂടല്ലേ, ഇഷ്ടംപോലെ വെള്ളമില്ല, ദേഹം നടക്കി വന്ന് കുളിക്കാൻ സമയമില്ല, വസ്ത്രം അലക്കാൻ വെള്ളമില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു, നിനക്ക് വ്യാധികൾ ഒന്നും വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 26-ാമത്തെ വാക്ക്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ദൈവം അങ്ങനെയാണ്. മാറയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ചില മാറയുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. എന്റെ വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറയുടെ അനുഭവം ഉണ്ടായിട്ടോ? ചെറിയ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ മാറയായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ പ്രശ്നം ചെറുതൊന്നുമല്ല, പ്രശ്നമാണ്. വെള്ളമില്ലാതെ മനുഷ്യൻ ജീവിക്കാനൊക്കെ ഇല്ല. എത്ര ദിവസം വെള്ളം കുടിക്കാൻ മനുഷ്യർക്ക് ജീവിക്കാൻ? വളരെ കുറച്ച് ദിവസമേ പോകും, ഡീഹൈഡ്രേറ്റഡ് ആയി പോകും. ഇത് ജീവൻ മരണ പ്രശ്നമാണ്. ദൈവം ചിലപ്പോൾ നിങ്ങളെ ജീവൻ മരണ പ്രശ്നത്തിലേക്ക് വരും. നമ്മുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വാടകയ്ക്ക് ഇവിടെ വെച്ചിട്ട് കിട്ടിയില്ല, 2 ദിവസം ജോലിയില്ല, അല്ലെ ഒരാഴ്ച ജോലിയില്ല, മഴ പെയ്തില്ല,
കിണറ്റിലെ വെള്ളം പറ്റാൻ തുടങ്ങുന്നു. അതിനെ കിണറ് 2 അടി കൂടെ താഴ്ത്തിയാൽ മതി, വെള്ളം ഇഷ്ടം പോലെ കിട്ടും. ജോലി കിട്ടിയില്ലയോ? ഇവിടെ തന്നെ തെക്കേമല രാവിലെ വന്നു നിന്നാൽ മതി. 6 മണിയാകുമ്പോൾ 500 പേരോട് നീക്കും ജോലി തിരക്കി. അവരുടെ കൂടെ ആരെങ്കിലും വന്ന് നിന്ന് കോൺക്രീറ്റിംഗ് ഉണ്ട്, ഇതുണ്ട്, വരാവോടോ എന്ന് ചോദിക്കും. അവരുടെ പോയാൽ മതി, ജോലി കിട്ടും. ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും വന്ന് ഇവിടെ ജോലി കിട്ടുന്നെങ്കിൽ പിന്നെ ഈ കോഴഞ്ചേരി ജീവിക്കുന്നവർക്ക് ജോലി കിട്ടും. കോഴഞ്ചേരിക്കാരൊരാൾ ഇല്ലാഞ്ഞിട്ടായി ബീഹാറുകാരനെ വിളിച്ചോണ്ട് പോകുന്നു, മനസ്സിലായിട്ടല്ല. പക്ഷെ ബീഹാറുകാരൻ ചെയ്യുന്ന ഒരു പണി ചെയ്യുന്നു. ബീഹാറുകാരന് ജീവൽ മരണ പ്രശ്നമാണ്, കോഴഞ്ചേരിക്കാരന് ജീവൽ മരണ പ്രശ്നമല്ല. ഇന്ന് കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ കാര്യം കഴിയും. അപ്പൊ ദൈവം നമ്മൾക്ക് മാറയുടെ അനുഭവങ്ങൾ തരും. ആ മാറയുടെ അനുഭവങ്ങളെ ഓർത്തും ദൈവത്തെ. വാസ്തവത്തിൽ ഞാൻ വിചാരിച്ചു, ഈ മാറയുടെ അനുഭവം ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേലിന്റെ ചട്ടവും ഇല്ല, പ്രമാണവും. കഷ്ടതയില്ലാതെ ജീവിക്കുന്നവർക്ക് ചട്ടങ്ങളുമില്ല, പ്രമാണങ്ങളുമില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നീ ചാകുക. അതാണ് ഒരു ഫിലോസഫി. ചട്ടങ്ങളുള്ള ഫിലോസഫി. അത് ചട്ടമുള്ള ഫിലോസഫി എന്താണ്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം, അവന് പ്രസാദമായിട്ടുള്ളത് തന്നെ നീ ചെയ്യണം, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കണം. അങ്ങനെ ജീവിച്ചാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികൾ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. അപ്പൊ പിന്നെ മാറയുടെ അനുഭവത്തെ സ്വാഗതം ചെയ്യണോ? മാറയുടെ അനുഭവത്തെ ഉണ്ടെന്നറിഞ്ഞാൽ ആ വഴിക്ക് തിരിയാതിരിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചത്, ചെങ്കടലിനപ്പുറത്തെ ഇസ്രായേൽ നാട്ടിലെ നൈൽ നദി ഒഴുകുന്നിടത്തെ, അവിടാണല്ലോ ഗോഷൻ ദേശത്താണ് ഇവരെ പാർപ്പിച്ചത്. നൈൽ നദിയുടെ തീരത്ത് ഇഷ്ടം പോലെ വെള്ളം, ഇഷ്ടം പോലെ മത്സ്യം, ഇഷ്ടം പോലെ കൃഷി. അവിടുത്തെ എന്തോ ഒരു സന്തോഷമാണ്, എന്തോ ഒരു സന്തോഷം. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ മാറയുടെ അനുഭവം, അവിടെ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ പാഠങ്ങൾ, അത് തലമുറകൾക്ക് പ്രയോജനമായി തീരും. ദൈവത്തോട് മത്സരിക്കാതെ സഹകരിക്കുകയാണ് വേണ്ടത്. 27-ാമത്തെ വാക്യം. പിന്നെ അവർ ഏലീമിലെത്തി, അവിടെ നീരുറവയും 12 നീരുറവയും 70 ഈത്തപ്പനയും. അവരവിടെ വെള്ളത്തിനരികെ പാളയം, അവരവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങിയെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പാളയം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവര് അവിടുന്ന് വന്നപ്പോ അവർ കണ്ടത് എന്താണെന്നറിയാമോ? 70 ഈത്തപ്പനകൾ, അതുപോലെ 12 നീരുറവുകൾ. 12 നമ്മൾ ചെറിയ നീരുറവ്, ചെറിയ തോടുകളാന്ന് ചോദിച്ചു, വെള്ളം നിറഞ്ഞു പോകുന്ന 12 തോടുകൾ. ഇവർ 12 ഗോത്രങ്ങളുണ്ട്, ഓരോരുത്തരും ഓരോ എടുത്തോ. എഫ്രൈമിന്റെ തോടും യഹൂദയുടെ തോടും ഒക്കെ എടുത്തോ. ഇഷ്ടംപോലെ നല്ല ശുദ്ധജലം കുടിക്കേ. അതുപോലെ ആ വഴി ആരും പോയി കാണുകയില്ല കഴിഞ്ഞ 5 കൊല്ലമായിട്ട്. അപ്പൊ ഈത്തപ്പന പഴമൊക്കെ അങ്ങനെ പഴുത്ത് താഴെക്കിടക്കെ ഉണങ്ങി നല്ല ഒന്നാം തരം. അപ്പൊ അതേപോലെ 5 ഈത്തപ്പഴവും 1/2 ഗ്ലാസ് ഒട്ടകപ്പാലും കുടിച്ചാൽ പിന്നെ ഒന്നും കഴിക്കണ്ടെന്നാ. മനുഷ്യന് സമ്പൂർണ്ണ ഹെൽത്തിയായി ജീവിക്കാൻ അത്രയും മതി. 5 ഈത്തപ്പഴവും 1/2 ഗ്ലാസ് ഒട്ടകത്തിന്റെ പാല്. ആ ഒട്ടകത്തിന്റെ പാലിന് എവിടെ പോകുന്ന എനിക്കറിയില്ല, അവർ ഒത്തിരി കന്നുകാലികളെയും കൊണ്ടൊക്കെയാണല്ലോ വന്നത്. അപ്പൊ അതിന്റെയൊക്കെ പാലുണ്ട്. അപ്പൊ ഈത്തപ്പഴം അവർ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പാല് കടിച്ചേക്കാന്ന് പറയും. കനാൻ നാടെന്ന് പറയുന്നത് ഈ നാടാണെന്ന് പറഞ്ഞു. പക്ഷെ രസകരമായ കാര്യമുണ്ടല്ലോ, എത്ര ദിവസം അവിടെ ജീവിക്കാൻ ദൈവം അനുവദിച്ചെന്ന് എനിക്കറിയില്ല. 5 ദിവസം ഒന്നും ജീവിക്കാൻ അനുവദിച്ചു. അവിടെ 12 തീരുവ, അവിടെ അവർ വെള്ളത്തിലെറിയ പാല് ഇറങ്ങി. പിന്നെ 16-ാം അധ്യായത്തിൽ അവർ ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നാണ്. ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെടാൻ കാര്യം എനിക്ക് തോന്നുന്നു ഈത്തപ്പഴം എല്ലാം തീർന്നു കാണും. 70 ഈത്തപ്പനയല്ലേ ഉള്ളൂ. 22 ലക്ഷം ആളുകൾക്ക് പിരിച്ചു വരുമ്പോ എത്രയുണ്ട്? അപ്പൊ അവർ പറഞ്ഞു ഇവിടെ നിന്നാൽ രക്ഷയില്ല. നമ്മൾ അനുഗ്രഹമാണെന്ന് കണ്ട് പാളെ ഉറങ്ങുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ദൈവം ആ സ്ഥലങ്ങളിലെ അനുഗ്രഹത്തിന്റെ സ്രോതസ്സെന്ന് നമ്മൾ വിചാരിച്ചതിനെ ദൈവം ചെയ്യുന്നറിയാം, വളരെ വേഗം പറ്റിച്ചു. ഏലിയാവ് ഗിദ്രോൻ തോട്ടിനരികെ പോയി നിന്നു, കാക്കയെ കൊണ്ട് രാവിലെയും വൈകിട്ടും അപ്പവും തരും. 1-2 ദിവസമൊക്കെ വിശ്വാസത്താൽ വേണമല്ലോ ജീവിക്കാൻ. കാരണം കാക്കയെ വിശ്വസിക്കാനൊക്കെ, കാക്കയെ എങ്ങനെ വിശ്വസിക്കാനൊക്കെ. പക്ഷെ അവൻ പതിവായിട്ട് 2 ആഴ്ച വരാൻ തുടങ്ങിയപ്പോ ഏലിയാവ് സ്വർഗത്തിലേക്ക് നോക്കുന്നതിന് പകരം കിഴക്കോട്ട് നോക്കും, കാക്ക വരുന്നുണ്ടോ. ആ സമയമാകുമ്പോൾ കാക്കയെ കാണുന്നില്ലല്ലേ, കാക്കയെ കാണുന്നില്ലല്ലേ, കാക്കയെ കാക്ക. തോട്ടിലേക്ക് നോക്കുമ്പോ വെള്ളമുണ്ട് ഇഷ്ടം പോലെ, കുറച്ച് വെള്ളം കുറച്ച് വരുന്നുണ്ട്, എന്നാലും വെള്ളമുണ്ടല്ലോ. ഒരു ദിവസം തോട്ടിലേക്ക് നോക്കിയപ്പോ വെള്ളം. അപ്പൊ പിന്നെ എങ്ങനെയാ കർത്താവ്? കാക്ക വരുമെന്ന് വിചാരിച്ചു, നോക്കിയപ്പോ കാക്കയും വരുന്നില്ല. ആകെപ്പാടെ ഏലിയാവ് എന്ന് പറയാം. ഏലിയാവിന്റെ ആശ്രയം, ഞാനൊന്ന് പറയാം, അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ആശ്രയം ദൈവത്തിൽ നിന്നും ദൈവം തരുന്ന അനുഗ്രഹങ്ങളിലേക്ക് മാറി. അതാണ് ദൈവത്തിൽ നിന്നും ദൈവം തരുന്ന അനുഗ്രഹങ്ങളിലേക്ക് മാറി, പ്രൊവിഷനിലേക്ക് മാറി. ചെല്ലു പറയില്ലേ, 5-6 പിള്ളേരുണ്ട്, എന്തൊക്കെയായാലും എല്ലാം മിടുമിടുക്കന്മാരാ, വേറെ അവിടെ ഇവിടെയൊക്കെ ജോലിയായി. ഇനിയിപ്പം ദൈവം തമ്പുരാൻ തന്നില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, അല്ലേ? ദൈവം തമ്പുരാൻ തന്നില്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് ഒത്തിരി വേണ്ട, 5-6 വേണ്ട, ഒരെണ്ണം മതി, എന്റെ കൊച്ചെന്നെ നോക്കാതിരിക്കും, അല്ലേ? അതൊക്കെ പറയുന്നത്. എനിക്ക് ജോലി ദൈവം തന്നിട്ടുണ്ട്, ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല, സർക്കാർ ജോലിയാണ്, അത് ഏതായാലും ഇനിയിപ്പോ 60 വയസ്സ് വരെ എനിക്ക് മാസത്തോളം
ദൈവം അതൊക്കെ എടുത്തു കളയുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ ആ ഡിപ്പാർട്ട്മെന്റ് ദൈവം അങ്ങ് നിർത്തും ചിലപ്പോൾ. ഏതാ നിങ്ങൾക്ക് ജോലി തന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്യാൻ. അത് സീനിയർ ആയിട്ടുള്ള കുറച്ച് പേരെ അബ്സോർവ് ചെയ്ത് നിങ്ങൾ ജൂനിയർ ആയിരുന്നു ഇപ്പോഴും പറഞ്ഞോ അതെ മറ്റെവിടെയെങ്കിലും ജോലി നോക്കാം, ഞങ്ങൾ റെഫറൻസ് തരാം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റെഫറൻസ്. നിങ്ങൾ ഈ പ്രായമായ സമയത്ത് പിന്നെ റെഫറൻസിന് വേണ്ടി നടക്കുക. ദൈവം പറ്റിച്ചു കളയും. ഏലിയയിലും പറ്റിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നേ പറയുന്നുള്ളൂ, അവർ ഏലിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു നാട്ടിലേക്ക് പാലല്ലയോ. മോശ പറഞ്ഞു മതി മതി, ഇവിടെ താമസിക്കാനല്ല ദൈവം നമ്മെ. അപ്പോ അനുഗ്രഹങ്ങളുടെ പർദീസകൾ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ലക്ഷ്യം അതായിരുന്നു. അവിടെ മോശയോട് പറഞ്ഞ അങ്ങനെയല്ലല്ലോ, നീ ജനത്തെ കൂട്ടിക്കൊണ്ട് ഏലീമിൽ ചെല്ലണമെന്നാണ് പറഞ്ഞത്. അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് പോകണമെന്നാണ്. നമ്മളും പലപ്പോഴും എന്തെങ്കിലും അറിയാമോ, ദൈവം നമ്മോട് കഴിഞ്ഞതായിരിക്കുന്ന ആജ്ഞകൾ ലംഘിച്ചിട്ട് നമ്മള് തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയുള്ള ചില സംവിധാനങ്ങൾ നമ്മൾ കൊടുക്കും. നിങ്ങൾക്ക് വലിയ അബദ്ധം പറ്റിപ്പോയി കേട്ടോ, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കത് ദോഷമായിട്ട് വരുമെന്നുള്ളത് യാതൊരു സംശയവും. ഏലിയും ദൈവത്തിന്റെ പരിപാടിയിലുള്ളതാണ്, അതുകൊണ്ട് തന്നെയാണ് മാറയും ദൈവത്തിന്റെ പരിപാടിയിലുള്ളതാണ്. പക്ഷെ മാറയാണ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന്, അവിടെയാണ് ചട്ടവും പ്രമാണവും നമുക്ക് ലഭിക്കുന്നത്. ഏലീമിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചു, പക്ഷെ ചരിത്രം ഒന്നും എഴുതാനില്ല. ഏലീമിനെ കുറിച്ചൊന്നും എഴുതാനില്ല. ഒരു വാക്യം, മാറയെ കുറിച്ച് 15 വാക്യം, ഏലീമിനെ കുറിച്ച് വാക്യം. അവിടെ വന്നു, ഈത്തപ്പഴം തിന്നു, വെള്ളം കുടിച്ചു, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കുറച്ച് ദിവസം. ഒരു ദിവസം എഴുന്നേറ്റപ്പോ ഈത്തപ്പനെ പഴവും ഇല്ല. ഞാൻ വിചാരിക്കുന്നു 12 നീരോടും പറ്റിപ്പോവുകയും ചെയ്തു. കന്നുകാലികളും എല്ലാം കൂടെ കുടിച്ച് സുഖമായി. ദൈവം അനുഗ്രഹങ്ങളെ ചിലപ്പോൾ എടുത്തു മാറ്റും കേട്ടോ. അപ്പൊ ഏലീമിൽ നിന്നും അവരെ പുറപ്പെട്ടു. അതുകൊണ്ട് ഈ ഒരു ചെറിയ സംഭവമാണെങ്കിലും ഈ സംഭവം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ തരും. ചങ്കട വിഭാഗം ചക്കര കടത്തുന്ന അനുഗ്രഹം ദൈവം ചിലപ്പോൾ. നൃത്തത്തിന്റെയും പാട്ടിന്റെയും സന്ദർഭം, മറിയവും പാടുന്നു, ജനമെല്ലാം പാടുന്നു. എന്തൊരു പാട്ടാ അവരൊന്ന് പാടിയത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. പക്ഷേ ആ അനുഭവങ്ങളാണ് ക്രിസ്ത്യ ജീവിതം നിങ്ങൾ വിചാരിക്കരുത്. ആ അനുഭവങ്ങളല്ല ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന മാറയും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മാറയെ ഒഴിവാക്കിക്കൊണ്ട് ഏലി മാത്രം തരണമെന്ന് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അത് തെറ്റാണ്. അങ്ങനെ ഒരു പരിപാടി ദൈവത്തിന് ഇല്ല. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. തീർത്തു തരണമെങ്കിൽ ആദ്യം എന്ത് വേണം? ദൈവം നിന്റെ പനി വാരി തരുമെന്ന് പറഞ്ഞ് ആദ്യം നിനക്ക് എന്താ ഉണ്ടാകേണ്ടത്? നീ ശരിക്കൊന്ന് പനിക്കണം വേണ്ടേ? ദൈവം വാഗ്ദത്തം ചെയ്ത് എന്താ? പനി വരാതെ സൂക്ഷിക്കാവുന്നല്ല, പിന്നെ ദൈവം നിന്റെ പനി മാറ്റി തരാവുന്ന, ദൈവം നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മാറ്റി തരാവുന്നതാണ്. അപ്പൊ നീ ആദ്യം എന്താ അനുഭവിക്കണം? ബുദ്ധിമുട്ട് അനുഭവിക്കണം. കർത്താവേ, ഞാൻ കുറച്ചു നേരമായി ബുദ്ധിമുട്ട് അനുഭവിക്കാതെ. പോരാടാ മോനെ, കുറച്ചുകൂടെ അനുഭവിക്കണം. നിന്റെ ബുദ്ധിമുട്ടൊക്കെ എന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണമല്ലേ തീർത്തു തരുന്നത്. നിനക്കിപ്പോ 5 ലക്ഷം രൂപയുടെ ബുദ്ധിമുട്ടല്ലേ വന്നുള്ളൂ. ഞാൻ തീർത്ത 5 ലക്ഷം രൂപയുടെ തീർപ്പല്ലേ ഉള്ളൂ. അല്ല 50 ലക്ഷത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കത്തില്ല. അപ്പൊ ഞാൻ 50 ലക്ഷം തീർത്തത്. അത് 5 കോടി ആക്കി കർത്താവ്, എനിക്ക് വിരോധമില്ല. നീ 5 കോടിയല്ലേ ബുദ്ധിമുട്ടല്ലേ തീർത്തു തരുന്നത്. അതിന്റെ ബുദ്ധിമുട്ടല്ലേ നീ തീർത്തു തരുന്നത്. അപ്പൊ ജീവിതത്തിന്റെ കഷ്ടതകൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിന് സന്തോഷം ശരിയാവും. മാറ എത്രത്തോളം കയ്പുള്ളതാകുന്നു അത്രത്തോളം ഏരിയും മധുരമുള്ളതാണ്. പക്ഷെ ഏരിയയിൽ ദൈവം നമ്മെ സ്ഥിരമായി താമസിപ്പിക്കുകയില്ല, മാറയിൽ സ്ഥിരമായി താമസിപ്പിക്കുകയില്ല. പക്ഷെ മാറയിൽ നിന്ന് പഠിക്കുന്നതായിരിക്കുന്ന പാഠങ്ങളാണ് ഇസ്രായേൽ മക്കൾക്ക് പിൽക്കാലത്തെ ചട്ടം എന്ന് പറയുന്നവര്. അതാണ് നിന്റെ ദൈവമായ യഹോവയെ നീ അനുസരിക്കണം, അവന്റെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം, അവന് പ്രസാദമുള്ളത് നീ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ മിസ്രയീമിന്റെ ബാധകൾ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. കണ്ടില്ലേ, ഏലീമിൽ അവർക്ക് വാഗ്ദത്തങ്ങളുമില്ല, ചട്ടങ്ങളുമില്ല, പ്രമാണങ്ങളുമില്ല. മാറയിൽ അവർക്ക് അതെല്ലാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ മാറകൾ നമുക്ക് അനുഗ്രഹങ്ങളായി മാറും. ഞാൻ പറയുന്ന മാറയുടെ മധുരം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ മധുരമല്ല, ചട്ടങ്ങളുടെയും പ്രമാണങ്ങളുടെയും. മാറയുടെ മധുരം എന്ന് പറയുന്ന ഒരു ജീവിതകാലം മുഴുവൻ മധുരം ചട്ടവട്ടങ്ങളാണ്. ഏതെങ്കിലും കുടിച്ചു പോയി പിറ്റേ ദിവസം എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി എല്ലാം കഴിഞ്ഞ് തിന്നും കുടിച്ചും പോയി ഇച്ചിരി ഓർമ്മ ഇച്ചിരി നേരം നിൽക്കും. മാറിന്റെ കയ്പ് ജീവിതത്തിൽ ഒരിക്കലും മാറില്ല. ആ കയ്പ് മാറാൻ ഒക്കില്ല. ആ കയ്പ് മുഖാന്തരം ലഭിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മാറാനും ഒക്കുകയില്ല. ചട്ടങ്ങളും പ്രമാണങ്ങളും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞത് ഏലിയിൽ വെച്ചല്ല, മാറയിൽ വെച്ചാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, സാമ്പത്തിക പരാധീനതകളാകട്ടെ, നിങ്ങളുടെ മക്കളുടെ നഷ്ടങ്ങളാകട്ടെ, എന്തും ആകട്ടെ, അതൊക്കെ എപ്പോഴും അനുഗ്രഹം.
ദൈവം ചില പാഠങ്ങളൊക്കെ ചിലപ്പോൾ പഠിപ്പിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ കിട്ടിയ ഒരു ചെറിയ കഥ ഞാൻ ആരോടൊക്കെ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട കഥയായിട്ടുണ്ടാവും. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ബന്ധപ്പെട്ടതാണ്. ഒരമ്മയ്ക്ക് ഒരു മോളേ ഉള്ളൂ. അപ്പൻ മരിച്ചുപോയി. 4-5 വയസ്സുള്ള ഒരു പെൺകുട്ടി. അമ്മ ആ പെൺകുട്ടിയെ വളരെ അങ്ങ് സ്നേഹിച്ചു. വളരെ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹിച്ചു. അമ്മയ്ക്ക് ഇപ്പൊ അതേ ഉള്ളൂ മുഴുവനും, ഭർത്താവില്ല. അങ്ങനെ ഇരിക്കുക പെൺകുട്ടി, 5-6 വയസ്സുള്ള പെൺകുട്ടി മരിച്ചു. ആ അമ്മ ഭയങ്കര ദുഃഖം കൊണ്ട് ദുഃഖിച്ച് അങ്ങ് മെലിഞ്ഞ് ഒരു ക്ഷയരോഗിയെ പോലെ അങ്ങനെയായി. ചില വർഷങ്ങൾ തന്നെ ഒന്നും കഴിക്കുകയില്ല, കുടിക്കുകയില്ല, കുളിക്കുകയില്ല. കൊച്ചിനെ ഓർത്ത് കരഞ്ഞ്. അങ്ങനെ ഇരിക്കും. ഒരു രാത്രിയിൽ അമ്മയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായി. അമ്മ സ്വപ്നത്തിൽ ഇതാ ഒരു വലിയ മനോഹരമായ ഒരു ഉദ്യാനം, നിറച്ച് പൂക്കൾ, നിറച്ച് കിളികൾ. ആ ഉദ്യാനം നിറച്ച 5, 6, 7, 8 വയസ്സുള്ള കുഞ്ഞുങ്ങള്, വെള്ള വസ്ത്രം ധരിച്ച് ഓടി നടന്ന് കളിക്കുന്നു. അവർ നൃത്തം ചവിട്ടുന്നു, അവർ പാട്ട് പാടുന്നു. ഭയങ്കരമായ അനുഭവം. അങ്ങനെ അവള് നോക്കിയിട്ട് ആ ഒരു മൂലയ്ക്ക് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ തോളിൽ ഒരു വലിയ കുടമുണ്ട്. ഒരു കുടവുമായിട്ടൊരു കുട്ടി അവിടെ നിൽക്കുന്നു. അത് കളിക്കുന്നൊന്നുമില്ല. അമ്മയ്ക്കൊരു ജിജ്ഞാസ വന്നു, ആ കുഞ്ഞേതാണ്. അടുത്ത് ചെന്നപ്പോ അത് അവരുടെ കുട്ടിയാണ്. അവരുടെ മരിച്ചുപോയി. മോളെ, നീ എന്താ ഇവിടെ നിൽക്കുന്ന? മറ്റു കുഞ്ഞുങ്ങളുടെ കൂടെ നീ ചാടി കളിക്കാത്തത് എന്താണ്? എനിക്ക് ചാടി കളിക്കാൻ ഒക്കില്ല. ദൈവം എന്നോട് പറഞ്ഞു കുടവും കൊണ്ട് ഇവിടെ നിന്നോണം. എന്താ മോളെ? പറഞ്ഞു, നിന്റെ അമ്മ ഭൂമിയിൽ ഇരുന്ന് എപ്പോഴും കരച്ചില്ല. അവള് കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരും നീ കുടത്ത് ശേഖരിക്കണം. അമ്മ എപ്പോ സന്തോഷമായി കരച്ചിൽ നിർത്തുന്നു അപ്പം നിനക്ക് മറ്റു കുഞ്ഞുങ്ങളും കരയ്ക്കാം. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ഇനി കരയുന്നു. മോളെ, നീ കുടം കടഞ്ഞേക്കുന്നു. അത് പറഞ്ഞപ്പോ അമ്മ ഉണർന്നു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. മരിച്ചവരെ ചൊല്ലി നമ്മൾ ഇവിടെ മരിച്ചു കരഞ്ഞാൽ മരിച്ചവർക്ക് അവിടെ സുഖമായിട്ട് ഇരിക്കാൻ. അവര് പറയും, എന്റെ അപ്പന്റെ കരച്ച് നിർത്തിയിട്ട് വേണ്ടേ എനിക്കൊന്ന് ആശ്വസിക്കാൻ, എന്റെ ഭർത്താവിന്റെ കരച്ച് നിർത്തിയിട്ട് വേണ്ടേ എനിക്കൊന്ന് ആശ്വസിക്കാൻ. സംഭവിക്കരുത്. മരിച്ചവരെ ചൊല്ലി ദുഃഖിക്കരുത് ബൈബിൾ പറയുന്നത് അതുകൊണ്ടാണ്. ജാതികളെ പോലെ ദുഃഖിക്കരുത്. അങ്ങനെ നാം ദുഃഖിക്കുമ്പോ സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ മരിച്ചവർക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. ഭൂമി നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമോ ചോദിച്ചു. എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. അതൊന്നും ചോദിക്കരുത്. ഇതൊരു കഥയാണ്. ഒരുപക്ഷെ അറിയാൻ ദൂതന്മാർ റിപ്പോർട്ട് കൊടുക്കുമായിരിക്കും, ചോദിക്കുമായിരിക്കും, എന്റെ അമ്മ എങ്ങനെയാണ്? നിന്റെ അമ്മ നീ മരിച്ചതിന് ശേഷം കുളിച്ചിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല, വസ്ത്രം മാറിയിട്ടുമില്ല, മെലിഞ്ഞ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മാറ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റി. കൺവേർട്ട് യുവർ മാറാസ് ഇൻടു ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ജീവിതത്തിലെ മാറയെ അനുഗ്രഹമാക്കി മാറ്റി. അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ വാക്കുകളൊക്കെ അവസാനിപ്പിക്കാം. ജീവിതത്തിലെ മാറ അനുഗ്രഹമാണ്. ഏലീമിനേക്കാൾ അനുഗ്രഹം മാറയാണ്. അടിമത്വത്തിലെ മിസ്രൈമിലെ നൈൽ നദിയിലെ വെള്ളത്തേക്കാൾ മധുരം ശൂർ മരുഭൂമിയിലെ മാറയിലെ വെള്ളത്തിനാണ്. കാരണം അവിടെ നമുക്ക് ചട്ടമുണ്ട്, പ്രമാണമുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്. ക്രമേണ ദൈവം അതിനെ മധുരമാക്കി മാറ്റും. ഈ വാക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അത് എനിക്ക് അനുഗ്രഹമായിരുന്നു. ദൈവനാമം മാറാം.